അവിടെ അടുക്കളയിൽ ചക്ക മുറിക്കുക സുജാത. ഗീതയും അവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് റെഡിയായി വന്ന വിനീതിനെ കണ്ട് എങ്ങോട്ടാടാ രാവിലെ കുളിച്ചൊരുങ്ങി എന്ന് ഗീത ചോദിക്കുന്നുണ്ട്. നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ വഴക്കിന് നിൽക്കല്ലേ ഗീതച്ചി, കല്യാണത്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് വിനീതും ചോദിക്കുകയാണ്. കല്യാണോ? ഏത് കല്യാണം? ഇവിടെ ആർക്കും ആ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ എന്ന് ഗീത ദേഷ്യത്തോടെ ചോദിക്കേ, ഞാനൊരു കല്യാണം കഴിച്ച് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അമ്മയും ഗീതച്ചിയും എനിക്കൊപ്പം നിൽക്കണം. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയല്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതാണ് നിന്റെ പെണ്ണെന്ന് പറഞ്ഞ് ചെറുപ്പത്തിലെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത് ഗംഗയെയാണ്. ഗംഗയെ വിവാഹം കഴിക്കാൻ മാത്രമാണ് ലക്ഷ്യമെങ്കിൽ എനിക്കിതിന്റെയൊന്നും ആവശ്യമില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ കഴുത്തിൽ കല്യാണ ഹാരവുമിട്ട് ഈ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കാമായിരുന്നു. നിങ്ങൾ ആരും എതിർക്കില്ലായിരുന്നു. ആർക്കും ആ കല്യാണം എതിർക്കാനോ തടയാനോ സാധിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞവൻ ഒന്നും മിണ്ടാതെ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്ന്, നേരത്തെ ഗംഗ തന്നെ പറഞ്ഞതുപോലെ എന്റേതൊരു കുഞ്ഞു ലോകമാണമ്മേ. നാലു ചുറ്റും മലകൾ കെട്ടിയ കോട്ടയ്ക്കുള്ളിൽ ഒരു ലോകം. വളരെ കുറച്ചു സ്വപ്നങ്ങളെ ഉള്ളൂ അമ്മ എനിക്ക്. അമ്മയുടെയും ചേച്ചിയുടെയും ആശീർവാദത്തോടു കൂടി ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടണം. അമ്മ നിലവിളക്ക് കൊളുത്തി ഗംഗയെ ഈ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതും അങ്ങനെ. അമ്മ, ഈ വീടും എന്റെ ആ പഴയ ബൈക്കും തയ്യൽ മെഷീനും തട്ടിമ്പുറത്തെ കടയുമെല്ലാം കൊച്ചു ലോകത്തിനുള്ളിൽ, പക്ഷെ എനിക്കെല്ലാം വേണം അമ്മേ. ഗംഗയെയും അമ്മേനെയും ഗീതച്ചിനെയും പൊന്നുനെയും എല്ലാരെയും. അമ്മേ, അതൊക്കെയാണമ്മേ എന്റെ ലോകം. വേറെ ആർക്കും വേണ്ടിയല്ല അമ്മേ. അമ്മയുടെയും മകനു വേണ്ടി ഈ നിമിഷം വരെ കഴിഞ്ഞു പോയതെല്ലാം അമ്മ മറക്കണം. അമ്മയുടെ മകന്റെ ജീവിതത്തിൽ ഒരു സുപ്രധാന മുഹൂർത്തമാണെന്ന് ഓർക്കണം. അമ്മയും ഗീതച്ചിയും എനിക്കൊപ്പം വന്ന് ഈ കല്യാണം നടത്തി തരണം. എനിക്കൊപ്പം വരണം അമ്മ എന്ന് പറഞ്ഞ് അമ്മയുടെ തോളത്ത് കൈവയ്ക്ക് ഞങ്ങൾ വരായിരുന്നടാ. പക്ഷേ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ലല്ലോ. ജനിക്കാത്ത കുഞ്ഞിന് എന്തിനാടാ ചോറൂണും നൂലുകെട്ടും എന്ന് അമ്മ ചോദിക്കുന്നത് കേൾക്കെ അമ്പരപ്പോടെ നിൽക്കുകയാ വിനീതും. ഗൂഢമായൊരു ചിരിയോടെ അവിടെ ഇരിപ്പുണ്ട് ഗീതയും. അപ്പോഴേക്കും ഗംഗയും കൂട്ടരും കല്യാണം നടക്കാൻ പോകുന്ന അമ്പലത്തിന്റെ പടിക്കെട്ടുകൾ കയറാൻ തുടങ്ങിയിരുന്നു. അവർ അമ്പലമുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ബേബിച്ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. വിനീത് വന്നില്ലേ ബേബിച്ചേട്ടാ എന്ന് ശാരദ ചോദിക്കേ. അവൻ ഇപ്പൊ ഇങ്ങെത്തും, നീ വിൻമോനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുന്നേ. വിനീതിന്റെ വീടെത്താറായിന്ന് വിളിച്ചപ്പോ പറഞ്ഞ് എന്ന് ബേബിച്ചേട്ടനും പറയുന്നുണ്ട്. അവിടെ വിനീതിന്റെ വീട്ടിൽ ചക്ക എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സുജാതയുടെ അരികിലേക്ക് എത്തി. അമ്മയൊന്നും പറഞ്ഞില്ല എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. എടാ, നീ ഇപ്പോ നിന്റെ ലോകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അത്രയും പോലും വലിപ്പമുള്ളൊരു ലോകമില്ലായിരുന്നു നിന്റെ അമ്മയ്ക്ക്. സ്വപ്നങ്ങള് തീരെ ഇല്ലായിരുന്നു. നിന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം എന്നെ ഉപദേശിച്ചതേ നിന്നെ അങ്ങ് ഉപേക്ഷിച്ച് കളയാനാ. ഉപേക്ഷിച്ച് കളയാനെന്ന് വെച്ചാ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലാക്കാൻ. അവിടെ ആവുമ്പോ ഫ്രീ ആയിട്ട് പാലും മുട്ടയും ബ്രെഡും ഒക്കെ കിട്ടും. ഉറങ്ങാനൊരു പായും. 10-18 വയസ്സുവരെ പള്ളിക്കൂടത്തിൽ വിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. 2 കുട്ടികളെയും വെച്ച് എന്തിനാ നടുവടിക്കുന്നത്? ആൺകുട്ടികളല്ലേ. കണ്ടതും വളർത്തിയതുമൊക്കെ മതി. ഇന്ന് നീ ജനിക്കുന്ന നേരത്ത് നിനക്ക് ശ്വാസമില്ലായിരുന്നു. സകല ദൈവങ്ങൾക്കും നേർച്ചയും വഴിപാടും ഒക്കെ കഴിച്ച് കാത്തിരിക്കുമ്പോഴാ ജീവന്റെ ഒരു തുടിപ്പ് കാണുന്നത്. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ആരോഗ്യം തീരെ ഇല്ലായിരുന്നു. ഒരു അസ്ഥി പഞ്ചരം. വളരുന്നതിനോടൊപ്പം ഒരു ചുമയും പിടിച്ചു. ചുമ വന്ന തല വളഞ്ഞ് നിലത്ത് മുട്ടും. നീ രക്ഷപ്പെടുകയില്ല. ഉപേക്ഷിച്ചു കളയാൻ അന്നും ആൾക്കാർ പറഞ്ഞു. ഞാനതൊന്നും കാര്യമാക്കിയില്ല. എന്റെ ഈ തോളത്തിട്ടാ ഞാൻ നിന്നെ വളർത്തിയത്. തോട്ടത്തിൽ പണിക്ക് പോകുമ്പോ കണ്ണെത്തുന്ന ദൂരത്ത് തോർത്തു വിരിച്ച് നിന്നെ കിടത്തും. നരിയോ കുറുക്കനോ നിന്നെ കടിച്ചെടുത്തോണ്ട് പോവാതിരിക്കാൻ ദേ ഇവളാ കാവല് എന്ന് ഗീതയെ ചൂണ്ടി സുജാത പറയുന്നുണ്ട്. സന്ധ്യ മയങ്ങി തുടങ്ങിയ പിന്നെ ചുമയായി. രാത്രി മുഴുവൻ തോളത്തിട്ട് തട്ടി എന്റെ ചുമലിൽ കിടത്തി വേണം നേരം വെളുപ്പിക്കാൻ. പിറ്റേന്ന് രാവിലെ പിന്നെയും പറമ്പിൽ തൂമ്പ എടുക്കാനുള്ളതാ. അങ്ങനെ ഒരു ദിവസം തെങ്ങിന് തടം വെട്ടിക്കൊണ്ടിരിക്കുമ്പോ അമ്മയെ പാമ്പെന്ന് ഇവളുടെ ഒരു നിലവിളി. ഓടി പാഞ്ഞു ചെല്ലുമ്പോ പത്തിയും വിരിച്ചു നിൽക്കുന്നു ഒന്നാന്തരം ഒരു കരിമൂർക്കൻ. അടുക്കാൻ ആർക്കും ധൈര്യമില്ല. അടുക്കുന്നവരെ കൊത്തും. കയ്യോ കാലോ ഇളകിയാൽ കുഞ്ഞിനെ കൊത്തുമെന്നുള്ള അവസ്ഥ വരെയായി. എന്റെ ദേവിന്ന് വിളിച്ച് മുന്നോട്ട് ആഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. 7-ന്റെ അന്ന് ധർമാശുപത്രിയിലാ കണ്ണു തുറന്നത്. എനിക്കെന്തു പറ്റിയെന്നല്ല, എന്റെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോന്നാ ഞാൻ ആദ്യം ചോദിച്ചത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടും നിനക്ക് എന്ത് കിട്ടാനാന്നാ അന്ന് കൂടെയുള്ളവർ ചോദിച്ചത്. എനിക്കൊന്നും വേണ്ട, വയസ്സാം കാലത്ത് എന്നെ നോക്കിയാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു കുഞ്ഞു സ്വപ്നമേ എനിക്കും ഉണ്ടായിരുന്നുള്ളടാ എന്നമ്മ ടെൻഷനോടെ പറഞ്ഞു നിർത്തേ. അമ്മേ, അതിനൊന്നും ഒരു മാറ്റവും ഇല്ലമ്മേ. ഇത്രയും കാലം ഞാൻ അമ്മയെ നോക്കിയില്ലേ, അതുപോലെ ഇനിയും നോക്കും പൊന്നു പോലെ എന്ന് വിനീത് പറയേ. ഇത്രയും കാലത്തെ കഥയൊക്കെ അങ്ങ് വിട്ടേക്ക്. അവളുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ നീ എന്നെ ആ തൊഴുത്തിലേക്ക് മാറ്റും. കറവ പറ്റിയ പശുക്കളിൽ ഒന്നിനെ വിറ്റതിന്റെ സ്ഥലം അവിടെ ഉണ്ടല്ലോ എന്നമ്മ പറയേ. അമ്മ എന്തൊക്കെയാ അമ്മയെ പറയുന്നത് എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. സുജാത അവിടെ നിന്ന് എഴുന്നേറ്റ്, എടാ, ഗംഗയുടെയും നിന്റെയും കല്യാണം കുഞ്ഞുനാളിലെ പറഞ്ഞു വെച്ചിരുന്നതാ. ആ വാക്കിന്ന് അവര് മാറിയപ്പോ എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. അവരുടെ മുന്നിൽ ഞാൻ കരഞ്ഞു, കൈകൂപ്പി, കെഞ്ചി. കാല് പിടിച്ചില്ലെന്നേ ഉള്ളൂ. എന്നിട്ടും നിന്നെ അവര് പരിഗണിച്ചില്ല. അരവിന്ദൻ മരിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോ കുറച്ചുനാള് അവരിവിടെ വന്ന് നിന്നു. നമ്മുടെ ചിലവിൽ നമ്മുടെ ആഹാരവും കഴിച്ചുണ്ട്. എന്നിട്ടും
അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടായോ? സ്വന്തം വീട് തിരിച്ചു കിട്ടിയപ്പോ അതിലൊന്ന് എന്റെ മുഖത്ത് തേപ്പ് തന്നിട്ടാ ഇവിടുന്ന് തിരിച്ചു പോയത്. നീ ഗംഗയെ കെട്ടി മഹാറാണിയായിട്ട് ഇവിടെ വാഴിച്ച എന്താ ഉണ്ടാവാൻ പോകുന്നെന്ന് എനിക്കറിയാമെന്ന് അമ്മ പറഞ്ഞു നിർത്തേ. അമ്മയെ എടുത്ത് ചാണകക്കുഴിയിലിടും അവള് എന്ന് ഗീതച്ചിയും വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഗീതച്ചി എന്ന് വിനീത് പറയും. നിനക്കേ അരവിന്ദേട്ടന്റെ മക്കളുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ഓന്ത് അവരെക്കാൾ ഭേദമാ. അരവിന്ദേട്ടൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ദുബായിക്കാരനൊരുത്തൻ അവളുടെ ഭർത്താവായനെ. അവളിപ്പോ ഗൈനക്കോളജിസ്റ്റിന്റെ റൂമിന്റെ മുന്നിലെ പേര് വിളിക്കുന്നതും കാത്തിരിക്കേണ്ട സമയമാ. നിശ്ചയത്തിന്റെ സമയത്തെ ആ ചെറുക്കം വന്ന് മടിയിൽ ഇരുന്നില്ലായിരുന്നെങ്കിലേ ആലപ്പുഴക്കാരൻ ഹൗസ് ബോട്ടുകാരൻ അവളെ കല്യാണം കഴിച്ചേനെ. ഇപ്പൊ തൽക്കാലം ഇവരാരും ഇല്ലാന്ന് വന്നപ്പോ നിന്നെ മതി. അത്രയ്ക്ക് വില കെട്ടാനാണോടാ നീ എന്ന് സുജാത ചോദിക്കേ. പെണ്ണുങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ മനസ്സ് മാറാൻ പറ്റുന്നത്? അവള് നാളെ വേറെ ഒരുത്തനെ കാണുമ്പോ അയാളുടെ കൂടെ പോവില്ലെന്ന് എന്താ ഉറപ്പ് എന്ന് ഗീതേച്ചി പറഞ്ഞു തരുമുമ്പേ അവളുടെ നേരെ കൈ ഉയർത്തിക്കൊണ്ട് ഗീതേച്ചി മതി നിർത്ത് എന്ന് ശബ്ദം ഉയർത്തുന്നുണ്ട് വിനീതും. ആഹാ അടിക്കുമോടാ നീ എന്നെ തല്ലുമോടാ? ആ പിഴച്ചുകൾക്ക് വേണ്ടി നീ എന്നെ തല്ലുമോന്ന്? അമ്മ ഇത് കണ്ടില്ലേ, അവൻ എന്നെ തല്ലാൻ വന്നു എന്ന് ഗീത വിളിച്ചു പറയും. അതേടി, ഇത്രയൊക്കെ ആയിട്ടും നമ്മളെക്കാൾ പ്രധാനം അവൻ അവള് തന്നെയാ. അയ്യോ എനിക്കാരുമില്ലെന്ന് പറഞ്ഞ സുജാത നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാ. ഗീതയും വിനീതും അമ്മയെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അവരെ തള്ളി മാറ്റിക്കൊണ്ട് ഞാൻ ഇതാർക്കു വേണ്ടിയാ കഷ്ടപ്പെടുന്നേ എന്ന് ചോദിച്ച് സുജാത വീണ്ടും നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങുകയാണ്. വീണ്ടും പിടിച്ചു വെച്ചിരിക്കുന്ന വിനീതിനെയും ഗീതയെയും തള്ളി മാറ്റി അവർ ചുമരിൽ തലയിട്ടടിക്കുകയാണ്. വിനീത് വീണ്ടും അമ്മയെ പിടിച്ചു മാറ്റുമ്പോഴേക്കും അവന്റെ കോളറിനിട്ട് പിടിച്ചോണ്ട് എന്റെ സമ്മതമില്ലാതെ നീ കല്യാണം കഴിക്കുമോടാ പോടാന്ന് പറഞ്ഞ് സുജാത അവനെ പിടിച്ച് തള്ളുമ്പോഴേക്കും സ്റ്റെയർ കേസിൽ തലയിടിച്ച് നിലത്തേക്ക് മറിഞ്ഞു വീഴുകയാ വിനീതും. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ഗീതയെയും തള്ളി മാറ്റിക്കൊണ്ട് താൻ അരിഞ്ഞു വെച്ച ചക്കയെല്ലാം നിലത്ത് കിടക്കുന്ന വിനീതിന്റെ ദേഹത്തേക്ക് വലിച്ചെറിയുകയാ സുജാത. ആകെ ഭ്രാന്തിളകിയ അവസ്ഥയിൽ കാലിത്തുള്ളി നിൽക്കുന്ന സുജാതയെ ഗീതേച്ചി പിടിച്ചു വെക്കുമ്പോഴേക്കും വിനീതും ഒരുവിധം നിലത്തുനിന്ന് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിവിൻ തന്റെ വണ്ടിയുമായി അങ്ങോട്ട് വന്ന് ഹോൺ അടിക്കാൻ തുടങ്ങിയിരുന്നു. അത് കേൾക്കെ വിനീതും അവിടെ നിന്ന് എഴുന്നേറ്റ് സീറ്റ് ഔട്ടിലേക്ക് ചെല്ലുകയാ. ഡ്രസ്സെല്ലാം അലങ്കോലമായി മുഷിഞ്ഞ വേഷത്തിൽ അവനെ കണ്ട് നിവിനും അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാ. നിവിൻ സിറ്റ് ഔട്ടിലേക്ക് കയറി ചെന്ന് ഡാ എന്ത് കോലടാ ഇത്, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കാലിതുള്ളി അങ്ങോട്ടെത്തുന്ന സുജാതയും ആരുടെ 16 അടിയന്തരത്തിനാടാ നിനക്ക് ഇവനെ കൊണ്ടുപോവേണ്ടത്? അവൻ എവിടേക്കും വരുന്നില്ല, നീയേ മര്യാദയ്ക്ക് നിന്റെ വീട്ടിൽ പോവാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതയും അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ എന്തിനാ വെറുതെ നിവിനോട് ദേഷ്യപ്പെടുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ പോരെയെന്ന് വിനീതും ചോദിക്കുകയാ. എടാ പറയാൻ വേണ്ടി ഞാൻ അവന്റെ വീട്ടിലേക്ക് ചെന്നു, അവൻ എന്റെ മുറ്റത്ത് വന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയല്ലേ എന്ന് വിനീതിനോടായി പറഞ്ഞ് നിവിനോടായി ഇതേ എന്റെ മകന്റെ ജീവിതമാ. അവനെ പെറ്റു വളർത്തി ഈ പൊക്കത്തിലും വണ്ണത്തിലുമൊക്കെ ആക്കിയതേ ഈ ഞാനാ. ഇപ്പൊ നീയൊക്കെ എവിടുന്ന് വന്നു? ആരാ നീയൊക്കെ? എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. നീ ആരെ കല്യാണം കഴിക്കണം, ആരുടെ കൂടെ ജീവിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് രാജേശ്വരിയാണോ അതോ ഇവനെ പോലെയുള്ള കൂട്ടുകാരാണോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ കമ്പിട്ടിളക്കുന്ന നിന്നെ പോലുള്ള ഉത്സാഹ കമ്മിറ്റിക്കാരെ കുറെ പേരെ കണ്ടിട്ടുണ്ട്. പറഞ്ഞു പിരികേറ്റി കുളത്തിലേക്ക് ചാടിക്കാൻ എല്ലാവരും കാണും. പിന്നെ വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുമ്പോഴേ സ്വന്തം തന്തയും തള്ളയുമേ കാണും. ഒരു ചങ്ക് ബ്രോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആട്ടിത്തുപ്പുകയാ സുജാതയും. അമ്മയോടെ പറഞ്ഞത് ഒന്ന് മിണ്ടാതിരിക്കാൻ എന്ന് നിവിൻ അപേക്ഷിക്കുക. നിവിനെ, നീ ഇവിടെ പ്രശ്നമുണ്ടാക്കാതെ മര്യാദയ്ക്ക് വീട്ടിൽ പോവാൻ നോക്ക് എന്ന് ഗീതേച്ചിയും പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഇനിയും കഴിഞ്ഞില്ലേ ഗീതേച്ചി? ഗീതേച്ചിയും പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്, ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ എന്ന് നിവിൻ ചോദിക്കേ. ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചെങ്കിലേ അത് വീട്ടുകാരുടെ അനുവാദത്തോടു കൂടിയാ, അല്ലാതെ ഇതുപോലെ നാണം കെട്ട് നാറിയ എന്ന് പറഞ്ഞ് ഗീത നിർത്തുമ്പോഴേക്കും വിനീതേ, നീ ഇവനെ പറഞ്ഞു വിടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിവിനെ ചൂണ്ടിക്കൊണ്ട് സുജാത ചോദിക്കുന്നുണ്ട്. അമ്മേ ഞാനൊന്ന് സംസാരിക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞ് നിവിനെയും വിളിച്ചോണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുകയാ വിനീതും. അമ്മ അവരുടെ പുറകെ പോവാൻ തുടങ്ങുമ്പോഴേക്കും അമ്മയെ പിടിച്ചു നിർത്തി ഗീതച്ചിയും അമ്മ ഇവിടെ നിന്നെ, അമ്മ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കേ. അവർ പറയുന്നത് കേൾക്കണ്ടേ എന്ന് സുജാത. വേണ്ട, അവരിങ്ങ് വന്നോളുമെന്ന് ഗീതയും. മുറ്റത്തെത്തുമ്പോഴേക്കും വിനീത് നിവിനോടായി പറയുന്നുണ്ട്. അളിയ, ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ കണ്ടല്ലോ, ഇതൊന്ന് പറഞ്ഞൊതുക്കിയിട്ട് ഞാൻ വന്നേക്കാം, നീ പോയെന്ന്. എടാ, ഇത് നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടോ എന്ന് നിവിൻ ചോദിക്കേ. ശരിയാവും, എന്തൊക്കെയായാലും അമ്മയല്ലേ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്ന് വിനീത് പറയേ. വരുമല്ലോ അല്ലേ, ഇപ്പോ അവരെല്ലാവരും അമ്പലത്തിലെത്തിയിട്ടുണ്ടാവും എന്ന് നിവിൻ പറയേ. എന്ത് ചോദ്യം ഇത്? ഞാൻ വരുമെന്ന് വിനീതും ഉറപ്പ് നൽകുകയാ. അത് സംബന്ധിച്ച് നിവിനും തന്റെ വണ്ടിയെടുത്ത് പോവുകയാ. വിനീത് അപ്പോഴേക്കും സിറ്റ് ഔട്ടിലേക്ക് നടന്നു ചെന്ന് അവിടുത്തെ കൈവരിയിൽ സങ്കടത്തോടെയും തളർച്ചയോടെയും ഇരിക്കുകയാണ്. അവിടെ അമ്പലത്തിൽ കല്യാണത്തിനെത്തിയ അതിഥികളെയെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുക ശാരദയും കൂട്ട്. ഗംഗയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. അപ്പോഴാണ് നിവിൻ അങ്ങോട്ട് വരുന്നത്. അവനെ കണ്ട് ദേ നിവിൻ ചേട്ടൻ എന്ന് പറയെ ചെരുപ്പഴിച്ചിടുന്ന നിവിനെ നോക്കിക്കൊണ്ട് നിവിനൊപ്പം വിനീതേട്ടനും വരുമെന്നാണല്ലോ പറഞ്ഞത്, നമുക്ക് പോയി നോക്കിയിട്ട് വരാം, ഗംഗേച്ചി ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് കാവേരി യമുനയെയും നിളയും കൂട്ടി നിവിന്റെ അടുത്തേക്ക് പോവുകയാണ്. നിവിൻ അമ്പലത്തിലേക്ക് കയറുമ്പോഴേക്കും ശാരദയും രാധമ്മയും ബേബി ചേട്ടനുമെല്ലാം അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അവരെല്ലാം കൂടി സംസാരിക്കുന്നത് സംശയത്തോടെ നോക്കി നിൽപ്പാ ഗംഗയും. നിവിനിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞ രാധമ്മയും പറയുന്നുണ്ട്. അവൾ ഇതുപോലെ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ കരുതിയത്
എന്ന് പറയേ അവരമ്മയും മകനും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടെന്നല്ലേ പറഞ്ഞോളൂ. അത് പറഞ്ഞു തീർത്തിട്ട് അവരിങ്ങും വരുമെന്ന് ബേബി ചേട്ടനും. ബേബി, അത് നിനക്ക് എന്റെ മോളെ ശരിക്കും അറിയാത്തത് കൊണ്ട് പറയുന്നത് എന്ന് രഥമ്മ പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ കാവേരിയും എന്താ വിനീതേട്ടൻ എവിടെ എന്ന് ചോദിക്കുന്നു. പറയാതിരുന്നിട്ട് എന്താ കാര്യം, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. നിവിമോൻ കൂട്ടാൻ ചെന്നപ്പോ വിനീത് ഒപ്പം വന്നില്ല. അവിടെ അമ്മയും മകനും തമ്മിൽ നല്ല മുട്ട വഴക്കു നടക്കുവാണെന്ന് ബേബിച്ചേട്ടൻ പറയുക. അമ്മയെ സമാധാനിപ്പിച്ചിട്ട് വന്നോളാമെന്ന് പറഞ്ഞ് നിവിൻ മോനെ വിനീത് തിരിച്ചയച്ചു എന്ന് ബേബിച്ചേട്ടൻ പറയേ കാവേരി സംശയത്തോടെ നിവിനെ നോക്കുന്നുണ്ട്. അതേന്ന് നിവിനും സമ്മതിക്കേ. എന്തായാലും ഗംഗേച്ചി അറിയണ്ടെന്ന് പറഞ്ഞ് കാവേരി ഗംഗേച്ചിയെ നോക്കുമ്പോൾ ടെൻഷനോടെ ആൽത്തറയിലേക്ക് തകർന്നിരിക്കുന്ന ഗംഗയാണ് കാണുന്നത്. അവിടെ സിറ്റൗട്ടിലെ കൈവരിയിൽ ടെൻഷനോടെ ഇരുന്ന് വിനീതും അമ്മായിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മിച്ചെടുക്കുകയാണ്. ഇതൊക്കെ നേരത്തെ തന്നെ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു ഉറപ്പ് തരാം, അമ്മയല്ല ഈ ലോകത്തിലെ ഏത് ശക്തി വന്നാലും ഗംഗയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും എന്ന് അമ്മായിക്ക് വാക്കു നൽകിയതോർക്കെ അവന്റെ കണ്ണുകളും സങ്കടത്തോടെ നിറഞ്ഞൊഴുകുന്നുണ്ട്. പിന്നീട് നിവിന് വാക്കുകൊടുത്തതും അവൻ ഓർമ്മിച്ചെടുക്കുകയാ. എല്ലാം ശരിയാകും, എന്തൊക്കെയായാലും അമ്മയല്ലേ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാമെന്ന് വിനീത് പറയുന്നതും വരുമല്ലോ അല്ലേ എന്ന് നിവിൻ സംശയത്തോടെ ചോദിക്കുന്നതും എന്ത് ചോദ്യമാളി ഇത്, ഞാൻ വരും എന്ന് നിവിന് വാക്കുകൊടുത്തതും ഓർക്കെ ആകെ തളർന്നിരിപ്പാ വിനീതും. അവിടെ ഡൈനിങ് ഹാളിൽ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് സുജാതയും ഗീതയും. വിനീത് തന്റെ നിറഞ്ഞു വന്ന കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് അവിടെ എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് ചെന്ന് അമ്മയോടായി, അമ്മേ മുഹൂർത്തമായമ്മേ, അമ്മേ ഞാൻ എത്തിയില്ലെങ്കിൽ ഗംഗയുടെ കല്യാണം 3ാമത്തെ വട്ടവും മുടങ്ങും അമ്മേ, അമ്മ അവളുടെ ജീവിതം നശിച്ചു പോകും അമ്മേ എന്നവൻ ടെൻഷനോടെ പറയേ. ഗീതേച്ചിയും ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഗംഗ ഗംഗ ഗംഗ, കണ്ടില്ലേ അമ്മേ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ ഇപ്പോഴും ഗംഗയുടെ ജീവിതമാ പ്രധാനം, ഗംഗയുടെ കല്യാണം, ഗംഗയുടെ ജീവിതം, ഗംഗയുടെ 16 അടിയന്തിരം, നമ്മളൊന്നും അവൻ ആരുമല്ല പിന്നെയും എന്ന് ഗീത പറയുമ്പോഴേക്കും സുജാത കൈ ഉയർത്തി തടയുക. ടെൻഷനോടെ അമ്മയെ നോക്കി നിൽക്കുന്ന വിനീതിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗംഗയുടെ കല്യാണത്തിനായി അമ്പലത്തിലെത്തുന്ന ജയബാലൻ വിനീത് വന്നില്ലെന്നറിഞ്ഞ് ശാരദയെ പരിഹസിക്കുന്നതും വിനീതിനെ സമയത്ത് അമ്പലത്തിലേക്ക് എത്തിക്കാനായി കാവേരിയും നിവിനും വിനീതിന്റെ വീട്ടിലേക്ക് പോകുന്നതും അമ്മയുടെ മനസ്സിലെയാൻ യാതൊരു വഴിയുമില്ലെന്ന് കണ്ട് വിനീത് മണ്ണെണ്ണ തലവഴിയൊഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.